ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പേസ്റ്റൽ പാലറ്റ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഫെയറി സ്റ്റിക്ക് ഉണ്ടാക്കിയാലോ. നമ്മൾ ഫെയറി ടെയിൽ സ്റ്റോറിയൊക്കെ കാണുമ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് നോട്ട് ചെയ്യാൻ ഐറ്റമാണ് ഈ ഫെയറി സ്റ്റിക്ക് അല്ലേ. അപ്പോൾ എല്ലാവരും വായോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു സ്റ്റാറിനെ വരച്ചെടുക്കാം. A4 ഷീറ്റിലാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. അതിനുശേഷം നമുക്കതിനെ കട്ട് ചെയ്തെടുത്ത് ഒരു കാർഡ്ബോർഡ് പീസിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി കാർഡ്ബോർഡ് പീസും നമുക്കൊരു സ്റ്റാറായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതേപോലെ 2 സ്റ്റാർസ് ക്രിയേറ്റ് ചെയ്തെടുക്കണം. സെക്കൻഡ് സ്റ്റാറിൻ്റെ അകത്ത് നമ്മളൊരു ചെറിയൊരു സ്റ്റാർ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റുകയും വേണം. പിന്നെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക ടേപ്പ് വെച്ച്. ഇപ്പോൾ നമ്മുടെ സ്റ്റാർ സെറ്റ് ആയിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ച സ്റ്റാറിൽ ഗോൾഡനോ സിൽവറോ ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഞാനിവിടെ സിൽവർ ഗ്ലിറ്റർ പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പൊക്കത്തായിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പേപ്പർ റോൾ ചെയ്തെടുത്ത് ഒരു സ്റ്റിക്കാക്കി ക്രിയേറ്റ് ചെയ്യുക. അതൊന്ന് സ്റ്റാറും കൂടി ജോയിൻ ചെയ്യാം. കഴിഞ്ഞ് നമ്മുടെ ക്രാഫ്റ്റ്. അപ്പോൾ ഇങ്ങനെയുണ്ട് നമ്മുടെ ഫെയറി സ്റ്റിക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും പറയണം. നമ്മുടെ ഫെയറി സ്റ്റിക്ക് ഒന്നും കൂടി കളർഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൻ്റെ അകത്ത് തെർമോക്കോളിൻ്റെ കളർഫുൾ ബോൾസ് ഇട്ടാലും നല്ലതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.